നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് അനുകൂലമായ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അനാവശ്യമായ പ്രസ്താവനയാണ് അടൂർ നടത്തിയത്. പദവിക്കനുസരിച്ചുള്ള പ്രസ്താവനകൾ നടത്തണമെന്ന് മുരളീധരൻ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് ശരിയായില്ലെന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നും സർക്കാർ അപ്പീൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും സ്വകാര്യ ചാനലിനോട് കെ മുരളീധരൻ വ്യക്തമാക്കി. ദിലീപിനെ കോടതി വെറുതെ വിട്ടതിൽ അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതെന്നും വ്യക്തിപരമായ അഭിപ്രായമാണ് എന്റേതെന്നുമായിരുന്നു അടൂർ പ്രകാശ് ഇന്നലെ രാവിലെ നടത്തിയ പ്രതികരണം. എന്നാൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം മലക്കം മറഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ദിലീപുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണെന്നും അദ്ദേഹത്തിന് നീതി ലഭ്യമായെന്നുമാണ് അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് എന്നായി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ കുറെ പോലീസുകാർ ഉണ്ടാക്കിയെടുത്ത കേസാണിതെന്ന് ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അത്തരം കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സർക്കാർ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി അറസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ വിധി വന്ന ശേഷമുള്ള പലതരം അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ തനിക്കും അങ്ങനെയൊക്കെ തോന്നിയെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. സർക്കാരിന് വേറെ ഒരു ജോലിയും ഇല്ലേ എന്നും ഏത് കേസ് കിട്ടിയാലും ഏതൊക്കെ തരത്തിൽ ആരെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് നോക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നും എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന സർക്കാരാണ് നിലവിലുള്ളത് എന്നുമായിരുന്നു സർക്കാർ അപ്പീൽ പോകുന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അടൂർ പ്രകാശ് നൽകിയ മറുപടി. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് അടൂർ പ്രകാശ് തിരുത്തിയ നിലപാടുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ലെന്നും അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞതെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. നീതിനായി കോടതിയിൽ നിന്നും ഒരു വിധിയുണ്ടാകുമ്പോൾ കോടതിയെ തള്ളിപ്പറയുക എന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെന്നും അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ് എന്നും അടൂർ അടുത്ത ന്യായമിറക്കി. അതിജീവിതയോടൊപ്പം തന്നെയാണ് കോൺഗ്രസും UDFും ഉള്ളതെന്നും അപ്പീൽ കള്ളക്കളിയാണെന്നാണ് സൂചിപ്പിച്ചതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ കുറെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടെന്നും ദിലീപിനെ ഒഴിവാക്കിയെന്നും അതേക്കുറിച്ചുള്ള അഭിപ്രായമാണ് താൻ പറഞ്ഞതെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ വിശദീകരണം. അപ്പീൽ പോയി അതിജീവിതകൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നും അടൂർ പ്രകാശ് ചോദിക്കുകയാണ്. അപ്പീൽ പോകുന്നതിനെ കുറിച്ച് സർക്കാർ തീരുമാനിക്കണം. അപ്പീൽ പോകണോ വേണ്ടോ എന്നത് അടൂർ പ്രകാശോ UDFോ അല്ല തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പീൽ പോകരുതെന്ന് തടസ്സം നിന്നിട്ടില്ലെന്നും പാർട്ടി നിലപാടിനൊപ്പമാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമ്പോഴായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഈ പ്രതികരണം UDFനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. UDF നേതാക്കളെല്ലാം അടൂർ പ്രകാശിനെ തള്ളി രംഗത്തെത്തിയപ്പോഴാണ് അടൂർ പ്രകാശിന്റെ മലക്കം മറിച്ചിൽ.